ദൈവം സമയം ഓടുകയായിരുന്നു. ഇനിയിപ്പോ യോഗം തുടങ്ങാൻ യോഗത്തിന് സ്വാഗതം പറയാം, പാട്ട് പാടണം. ഞായറാഴ്ച ഓരോ കെട്ടറിക്ക് സാധനം നോക്കട്ടെ.
പിന്നെ കല്യാണം ഒന്നുമില്ലായെങ്കിൽ നിന്ന് ദൈവം ഇത്രത്തോളം ഉപയോഗിക്കും. തീർച്ചയായും അച്ഛാ. ഈ നിസ്സാര കാര്യങ്ങൾക്ക് ഈ മരുമക്കള് ഇങ്ങനെ വഴക്കുകൂടാമോ? പള്ളിയിലൊക്കെ വരുമ്പോൾ മരിച്ചെത്തി എത്ര വിശുദ്ധിയോടും ഭക്തിയോടുകൂടിയാണ് മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് വീട്ടിൽ വരുമ്പോഴും ആ ഭക്തി കാണിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കപടഭക്തിയായി മാറില്ലേ? അതുപോലെയാണോ വീട്ടിൽ വരുമ്പോൾ തന്റെ മക്കളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കട്ടെ. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അച്ഛാ. പെട്ടെന്ന് ഞാൻ ഈ പൈസ കാണാതെ ഒന്നിൽ നിൽക്കേ. മോനെ അമ്മച്ച പൈസ ഇടുന്ന മോനെ കിട്ടിയത്. ആ, അതെന്തല്ലോ അച്ഛാ. പൈസ നമുക്ക് ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, നെയ്യായാലോ. അപ്പൊ അതുകൊണ്ട് എവിടെ വെച്ചൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ് അച്ഛാ. ഇനി ഞാൻ കുഞ്ഞമോളെ എന്റെ സ്വന്തം മോളായി കണ്ട് സ്നേഹിച്ചോളാം അച്ഛാ. എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അച്ഛൻ എന്നോടൊന്ന് ക്ഷമിക്കണം. മകളെ, നിനക്കും പ്രായമാകും. പ്രായമാകുമ്പോൾ ചില ഓർമ്മകളൊക്കെ അങ്ങനെ ഓരോന്നുണ്ടാവും. അത് നമ്മുടെ കുടുംബത്തിൽ നാം അത് ക്ഷമിക്കണം. മക്കളായ ക്ഷമിക്കണം. നിങ്ങൾ അതേപോലെ നിങ്ങളുടെ മക്കളും വളരുന്നത്, നിങ്ങൾക്ക് മാതാപിതാക്കളാണ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പ്രായം ലഭിക്കുന്നത്. അവരുടെ അറിവിലായിട്ട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിൽ സമാജത്തിൽ കാണുമ്പോൾ വളരെ പക്വതയും വിവേകത്തോടും ആ പക്വത വീട്ടിൽ കണ്ടിട്ടേ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കരുതണം. ആ കുടുംബത്തിൽ സമാധാനം സന്തോഷമൊക്കെ മക്കൾ ഒന്നും കൊടുക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പൊ അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അമ്മയെ ഞാൻ സ്വന്തം അമ്മയായി കരുതി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. മത്തായി ചേട്ടാ, മത്തായി ചേട്ടൻ പള്ളിയിലെ പ്രധാന ആളല്ലേ? ഈ പത്തിനാല് ശരിയാണോ മത്തായി ചേട്ടാ? അങ്ങനെയാണ് ചോദിച്ച അച്ഛനൊക്കെ കാണുന്നത് അച്ഛനെ ഇപ്പോഴത്തെ അർത്ഥം ഞാൻ കൂടുതലാണോ സമാധാനം ഇത്ര 30 വർഷമായില്ലേ ഞാൻ കൊണ്ടുപോകുന്നത്. ഇത്ര നാളെ എന്നോടാണ് ഇങ്ങനെ ആൾക്കാർ കൂടാതെ ഇവിടെ നോക്കേന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയാണ് ഇങ്ങനെ അങ്ങനല്ല. അതിനോട് ഒരു സമാധാനമോ എങ്കിൽ ഞാൻ ഇവിടെ വെട്ടിക്കൊടുത്തു. നിങ്ങൾ തന്നത് എല്ലാവരും തന്നെയാണ്. ഞാൻ 1 രൂപ പോലും ചിലവാക്കിയില്ല. 1 രൂപ ചിലവാക്കിയിട്ടില്ല. പത്തായി സമയത്ത് അവര് വന്നു കഴിഞ്ഞാൽ അവർ രൂപ കൊടുക്കാൻ ഞാൻ എന്നും പോകേണ്ടതാണ്. ഈ പറയുന്നത് എനിക്ക് വേണ്ട. അപ്പൊ അവര് പറഞ്ഞതേ ആ അപ്പനോട് മോനത്തായി ഞങ്ങൾക്ക് സമ്മാനം വേണം. സമ്മാനം എങ്ങനെയുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ വേറൊരു കാര്യം എല്ലാ സാധനങ്ങളും എക്സ്ചേഞ്ച് ചെയ്ത ഈ ഫ്രിഡ്ജ് കട്ടില് മേശ കിടക്ക എനിക്ക് ഇവിടെ കൊണ്ട് ഞാൻ എത്ര സുഹൃത്തുക്കൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തില്ല. ഒരാളോളം സമാധാനത്തിന് വേണ്ടി പള്ളിയിലേക്കാണ് വരേണ്ടത്, അല്ലാതെ മദ്യശാലയിലേക്കല്ല വരേണ്ടത്. ഈ അമ്മയും മകളും ഇപ്പോൾ യോജിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇനി സമാധാനത്തിന് വേണ്ടിയാണല്ലോ മദ്യപാനത്തിലേക്ക് പോയത്. ഇനി യോജിച്ച സ്ഥിതിക്ക് മത്തായിച്ചനും ഈ മദ്യപാനത്തൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഈ മദ്യം ഇന്നിവിടെ ഉപേക്ഷിക്കാം. അതുകൊണ്ടോ എനിക്ക് സമാധാനമായി ഞാൻ എത്ര കുപ്പിയാണ് അത് ഞായറാഴ്ച ഫ്രൈഡേ ഇല്ല അതെ കേട്ടോ. ഞാൻ പറഞ്ഞു
എന്തായാലും എനിക്ക് സന്തോഷമായി. മത്തായിക്ക് ഒരു മാനസാന്തരമുണ്ട്. ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇടവകയിലെ എല്ലാ ഭവനങ്ങളും ഒന്ന് സന്ദർശിക്കണം. മത്തായി ചേട്ടാ, അടുത്ത ഞായറാഴ്ചയല്ലേ നമ്മുടെ പള്ളി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? മത്തായി ചേട്ടൻ മത്സരിക്കുന്നത് എനിക്കറിയാം. എനിക്കൊരു കാര്യം മത്തായി ചേട്ടൻ ഓർമ്മപ്പെടുത്താൻ, അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ അവിടെ വളരെ മാന്യനായിട്ട് ഒരു സാക്ഷിയായി നിൽക്കണം. അല്ലാതെ പക്ഷേ ഒരു ഗ്രൂപ്പിന്റെ വക്താവായോ അത് വോട്ട് പിടിക്കാനൊന്നും പള്ളി പോകാതെ ഒരു കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. അങ്ങനെ നമ്മുടെ പള്ളിയിൽ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. നമ്മുടെ കുന്നംകുളം പള്ളി വിശുദ്ധ ഗീവർഗീസ് നാമത്തിലുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ അതിന്റെ ഒരു പാരമ്പര്യം വിശുദ്ധിയുണ്ട്. അത് നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ കാര്യമായി കാത്ത് സംരക്ഷിക്കണം കേട്ടോ. ഏതായാലും ഈ കുടുംബത്തില് കടന്നു ആദ്യമായിട്ട് ഇടവകയിൽ ഭവനത്തിൽ നടത്തി ചെല്ലുവാൻ എനിക്ക് ഇടയായി. ഈ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഒരു പുതിയ തീരുമാനമെടുക്കുവാനും എല്ലാം ഇടയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യവാനി സ്വർഗ്ഗരാജ്യ അവകാശമാക്കുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. കർത്താവ് ഈ ഭവനത്തിൽ കടന്നു വരുവാൻ, മത്തായിയുടെ ഭവനത്തിലേക്ക് അതിന് കടന്നു വരുവാൻ കർത്താവ് ഈ കുടുംബവുമായി സംസാരിക്കാൻ വഴിയായിരുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കടന്നുകൊണ്ട് ഈ ഭവനത്തെ തൊട്ട് കർത്താവ് ഒരു പുതിയ തീരുമാനമെടുത്ത് ഈ ഇടവകയുടെ ഒരു പുതിയ മാതൃകാ കുടുംബമായി തീരുവാൻ കർത്താവിനെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഇടവകയെ മൊത്തമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ നടക്കുന്ന കുടുംബ യൂണിറ്റുകളും കർത്താവിന് അനുഗ്രഹമാകാൻ കടന്നു വരുന്ന എല്ലാവർക്കും കർത്താവിന് മാനസാന്തരവും ഈ ഒരു ചിന്തിക്ക് ഇടയാകുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും കർത്താവുകളും യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, മത്തായി ചേട്ടൻ ലഹരിയുടെ നീരാളിച്ചുകയിൽ നിന്ന് മോചിതനായി. മത്തായിയും മത്തായിയുടെ കുടുംബവും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ചു. നിങ്ങളും നിങ്ങളുടെ ഭവനവും